നമുക്കിന്ന് കുറച്ച് സാധനങ്ങൾ ഉപ്പിലിട്ടാലോ? അതിന് മുൻപ് ഇത് ഞാൻ ആദ്യം, അതായത് ഒരുപാട് നാളുകൾക്ക് മുമ്പേ കോവയ്ക്ക ഉപ്പിലിട്ടതാണ്. ഞാൻ തന്നെയാണ് അത് തിന്ന് തീർത്തത്. ഇന്ന് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്നത്. എന്തോ 2-3 ദിവസമായിട്ട് ഇൻസ്റ്റാ ഫീഡിൽ ഉപ്പിലിട്ടത് 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 കണ്ട് കണ്ട് വായിൽ വെള്ളം വരുന്നതല്ലാതെ ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചില്ല. പിന്നെ ഞാൻ കരുതി ഇന്ന് എന്തായാലും കുറച്ച് ഉപ്പിലിടാം. ഞാനിത് ഉപ്പിലിട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും പുറത്ത് നല്ലൊരു മഴക്കോളിൻ്റെ ഇതുണ്ടായിരുന്നു. ഞാൻ ഇന്നെടുത്തേക്കുന്നത് കോവയ്ക്ക, അതേപോലെ നമ്മുടെ കക്കരി വെള്ളരി, പുളിഞ്ചിക്ക, ക്യാരറ്റ്, പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഉപ്പിലിടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ചൂടുവെള്ളം, വിനാഗിരി, ഉപ്പ്, മുളക്. ഞാൻ പറഞ്ഞില്ലേ, മഴയോട് മഴയായിരുന്നു. ഞാൻ ഉപ്പിലിട്ടോണ്ടിരിക്കുമ്പം പുറത്ത് തകർത്ത് മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം നനയുമെന്ന്. ഭാഗ്യത്തിന് ഇങ്ങോട്ട് വെള്ളമൊന്നും വന്നില്ല. ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇട്ടിട്ട് ഫില്ല് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ താരം, ചക്ക. ചക്ക ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പിലിടുന്നത്. ഇതേപോലെ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ ഉപ്പിലിടുന്നത്. ഇത് പരീക്ഷണമാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇത്തിരിയാണ് ചക്ക എടുത്തിട്ടുള്ളത്. ഉപ്പിലിട്ട് ഉപ്പിലിട്ട് ഒരുപാട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, ഇതിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പാചകത്തിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഇതേപോലെ രണ്ട് ബോട്ടിലായിട്ടാണ് ഞാൻ ഉപ്പിലിട്ടത്. കാരണം ഇത് ടെസ്റ്റ് ആയതുകൊണ്ടേ, അഥവാ പാളിപ്പോയാലും മറ്റതിൻ്റെ ടേസ്റ്റിനൊന്നും ഒന്നും ഉണ്ടാവരുതല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ രണ്ട് ബോട്ടിലാണ് ഞാൻ ഇട്ടത്. എപ്പോഴും മഴ തന്നെയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ മഴയായിരുന്നു. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ എന്തായും നോക്കാം.